ഹായ് ഹലോ. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മിനി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പം വന്നിട്ടുള്ളത് ഒരു കശുമാവൻ തോട്ടത്തിലാണ് കേട്ടോ. മരം കാണുമ്പോൾ ഓടിപ്പാഞ്ഞ് കയറാൻ തോന്നുന്നുണ്ടല്ലേ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കാഴ്ചകൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്, നമ്മളിപ്പോൾ കണ്ടത്. അപ്പം നമ്മൾ തൊട്ടടുത്തൊരു വീട്ടിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പം അവിടെ വന്നവരാണ് ഇതുപോലെല്ലാം കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ കുറച്ച് കൂട്ടുകാരും കൂടി ഉണ്ട്, അവരപ്പുറം ഉണ്ട്. അപ്പം പൃഥ്വിത്തോട്ടത്തിൻ്റെ നടുക്കൂടെ മാവും തേയിലും വെച്ചിട്ട് മാങ്ങയെല്ലാം ആയിട്ട് നല്ല കാണാൻ നല്ല ഉണ്ട്. വായിന്ന് വെള്ളം വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ പൃഥ്വിത്തോട്ടം നമ്മളിപ്പം കുറേ കാലത്തിന് ശേഷമാണ് കണ്ടത്. ഇപ്പോൾ റബ്ബറാണല്ലോ എല്ലാടിയും. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ തൈകളും കാര്യങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചാൽ നല്ലതല്ലേ. അപ്പം കശുമാവും തോട്ടം ഇപ്പം കാണാനേ കിട്ടുന്നില്ല. അപ്പം കശുമാവ് മാങ്ങ ഉണ്ടല്ലോ, അത് ഉപ്പും കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ പണ്ടെല്ലാം ഒരുപാട് തിന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ തൈ ഇപ്പം നമ്മൾ കാണുന്നത്. ആദ്യമെല്ലാം വലിയ വലിയ മരങ്ങളേനു. അപ്പോൾ ഇതുപോലത്തെ കശുമാവും തോട്ടം നമ്മളെ നാട്ടിലും ഉണ്ടെന്ന് നമുക്കിപ്പം അറിഞ്ഞ്. അതുകൊണ്ട് ഇനിയും നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പം നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഒരു വീട്ടിൽ കൂടലിന് വന്നതുകൊണ്ട് മാത്രമാണ് ഈ കാഴ്ച കാണാൻ പറ്റിയത്. അപ്പം നമ്മളെ നാട്ടിൽ തന്നെ അപ്പം കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഒറ്റക്കൊന്നും വരാൻ പറ്റില്ല. അപ്പം 2-3 ആളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരാം. അപ്പം നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. അപ്പം നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ പിള്ളമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിതങ്ങനെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അവരിങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാനോരോ കാഴ്ചകളും ഇങ്ങനെ കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോസെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണില്ല, റബ്ബർ തോട്ടം. അപ്പോൾ ഈ ചെടികൾ കാണുന്നില്ല, ഇത് പണ്ട് കാടുകളിൽ നിറച്ച് ചുമന്ന പൂക്കളായിട്ടുണ്ടേനു. ഇപ്പോൾ ഇതിപ്പം വീടുകളിലും കൂടി ഇതുപോലെ നട്ടിട്ട് നല്ല രസമില്ല കാണാൻ. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ പേരെനക്ക് അറിയില്ല. അപ്പം കൂട്ടുകാർക്ക് അറിയണമെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ.